ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ വീട്ടിലുണ്ടാവുന്ന വളർത്തു മൃഗങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മുറിവോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് പെട്ടെന്ന് മാറ്റിയെടുക്കുക എന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മളുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, കഴിഞ്ഞ ദിവസം നമ്മളുടെ താറാവ് കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഇൻസിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. നല്ല കാര്യമായിട്ട് തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. കൂട് തുറന്ന പാട് 2 താറാവ് കുഞ്ഞുങ്ങൾ ചത്തിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാത്തിനും നല്ല അത്യാവശ്യം നല്ല മുറിവും കാര്യങ്ങളും, കുടലൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്ന ലെവലിൽ മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ താറാവ് കുഞ്ഞുങ്ങൾക്കുണ്ടായ അപകടമൊക്കെ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് നമുക്ക് ഒരുപാട് പേര് കമൻറ്റിലൂടെ എന്താണ് സംഭവിച്ചത്, എന്താ ഉണ്ടായതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കും വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്താ സംഭവിച്ചിട്ടുള്ളത്. നമ്മളും ആകെ സ്റ്റക്കായിട്ട് ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ നമുക്ക് ഏകദേശം പിടി കിട്ടിയിട്ടുണ്ട് എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ നമ്മളത് വീഡിയോയുടെ ലാസ്റ്റ് പറയാം കേട്ടോ. പിന്നെ ആ വീഡിയോയുടെ അടിയിലായിട്ട് ഒരുപാട് പേര് നമ്മളോട് കമൻറ്റിലൂടെ ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനെന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഒരുപാട് മരുന്നുകളൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. അത് വിചാരിച്ചിട്ട് തന്നെയായിരുന്നു ഞാൻ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലോണം പരിക്കുണ്ടായിരുന്ന താറാവ് കുഞ്ഞുങ്ങളൊക്കെ ചത്തുപോയി. ബാക്കി ഇനി ഇതാ ഈ ഒരു 3 മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ എന്താ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇതാ ഇന്നലെ അപകടം പറ്റിയ സമയത്ത് നമ്മൾ ഈ ഒരു സ്പ്രേ ആണ് കേട്ടോ അവരുടെ മുറിയിലേക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ടോപ്പിക്യൂർ എന്ന് പറയുന്ന ഒരു സ്പ്രേ ആയിട്ടുള്ളൊരു മരുന്നാണ്. ഇത് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈച്ച വരുന്നതും മുറി പഴുക്കാതിരിക്കാനും മുറിക്ക് ഉണക്കത്തിനൊക്കെ പറ്റും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഇന്നലെ ചെയ്ത് കൊടുത്ത്. അപ്പോൾ ഇന്നത്തേക്ക് കുറച്ചൊരു വാട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഡെറ്റോളൊക്കെ ഇട്ട് മുറി നന്നായി ഉണക്കിയതിന് ശേഷം നമ്മളൊരു ഓയിൽമെൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമ്മളോട് കമൻറ്റിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഓയിൽമെൻറ്റ് നല്ലതാണെന്ന് 2-3 കമൻറ്റ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമുക്ക് അറിയായിരുന്നു കേട്ടോ ഈ ഒരു മരുന്ന്. പിന്നെ നമുക്ക് ആ ഒരു സമയത്ത് നമ്മൾ മൊത്തത്തിലൊന്ന് സ്റ്റക്കായതുകൊണ്ട് നമുക്ക് മൈൻഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ കയ്യിൽ ഇത് മുന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഓയിൽമെൻറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഹൈമാക്സ് എന്നാട്ടോ ആ ഓയിൽമെൻറ്റിൻ്റെ പേര്. അപ്പോൾ നമ്മളത് ഡെറ്റോളൊക്കെ വെച്ചിട്ട് കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടതിന് ശേഷം ഡെറ്റോളൊക്കെ വെച്ചിട്ട് ആ മുറി നന്നായി തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പഞ്ഞി വെച്ചിട്ട്. എന്നിട്ട് നമുക്ക് മരുന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ 2 പ്രാവശ്യമൊക്കെ നമ്മൾ പഞ്ഞിയിൽ മുക്കിയിട്ട് നന്നായി തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ ഒരു സ്പ്രേ ചെയ്ത കാരണം ഇന്നിപ്പോൾ അത്രയുണ്ട് പഴുപ്പും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഒന്ന് വാട്ടത്തിൽ തന്നെയാണ് മുറി കാണുന്നത് കേട്ടോ. ഇതിലും കൂടുതൽ മുറിയുള്ള കുടലൊക്കെ അങ്ങനെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ചത്തുപോയത് കേട്ടോ. അപ്പോൾ ഇതിന് അത്ര പ്രശ്നം കാണുന്നില്ല. ഇത് രക്ഷപ്പെട്ട് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു ഓയിൽമെൻറ്റാണ് നമ്മൾ തേച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. നമുക്ക് കമൻറ്റ് ഇട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണയിൽ ചാലിച്ചിട്ട് വേണം ഈ ഒരു ഓയിൽമെൻറ്റ് തേച്ച് കൊടുക്കാനായിട്ട് എന്നുള്ളത്. പക്ഷേ കുറേ പേര് നമ്മളോട് പറഞ്ഞത് ഡയറക്റ്റ് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്കത് ആദ്യം ഉപയോഗിച്ചിട്ടുള്ള ശീലമുണ്ട്. കാരണം നമുക്കിവിടെ മുന്നേ ആടൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് മുറിയൊക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു ഓയിൽമെൻറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ നമ്മൾ ഡയറക്റ്റായിട്ട് തന്നെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ മുറിവും കാര്യങ്ങളൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് നമ്മൾ ഇത്രയും ഉറപ്പിൽ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പെറ്റ്സിനോ ഒക്കെ എന്തെങ്കിലുമൊക്കെ മുറിവാണെന്നുണ്ടെങ്കിൽ ഈ ഓയിൽമെൻറ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചാൽ മതി. നല്ല റിസൾട്ടാണ് കേട്ടോ. നമ്മൾക്കിത് മുന്നേ ഉപയോഗിച്ചിട്ട് നല്ല ശീലമുണ്ടേ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തേച്ച് പുരട്ടി കൊടുക്കുക. ഇത് തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈച്ച വന്ന് മുട്ടയിട്ടിട്ട് മുറിയിൽ പുഴുക്കളൊക്കെ വരും. ജന്തുക്കളാകുമ്പോൾ അങ്ങനെയാണ്. ഈച്ച വന്നിരുന്നാൽ അതിൽ മുട്ടയിടും, എന്നിട്ട് പുഴുക്കൾ വരും, പഴുപ്പ് വരും, അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഈ ഓയിൽമെൻറ്റ് ഏറ്റവും ബെറ്ററാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവരെ കൂട്ടിൽ ഒരുമിച്ചിട്ട് ആക്കിയിട്ടില്ല, സെപ്പറേറ്റാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു താറാവിന് അധികം പരിക്കില്ല കേട്ടോ. ഇതിൻ്റെ ചിറകിൻ്റെ മുകളിലാണ് കൊത്തിയിട്ടൊക്കെ കണ്ടില്ലേ, ഈ ഒരു ഇങ്ങനത്തെ ഒരു പ്രശ്നമാണുള്ളത്. പക്ഷേ വയറിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു ഓട്ട പോലെ ആയിട്ടില്ല. അപ്പോൾ ഇതിനും നമ്മൾ ഡെറ്റോളൊക്കെ വെച്ച് തുടച്ച് നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം ഓയിൽമെൻറ്റ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മളുടെ താറാവിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. നമ്മളെ വീഡിയോ കാണുന്നവർക്കറിയാം നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ തന്നെയാണ് താറാവിനെ ആക്കിയിട്ടുണ്ടായിരുന്നത്. ഇതും നമ്മളുടെ കമൻറ്റിൽ വന്നതാണ് കേട്ടോ. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഴി കൊത്തിയതായിരിക്കാം, നിങ്ങൾ കോഴിയുടെ കൂടെ ഒന്നുകൂടി ഇട്ട് നോക്കി നോക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് രാവിലെ കോഴിക്കുഞ്ഞുങ്ങളെ വിട്ടതിന് ശേഷം താറാവ് കുഞ്ഞിനെ വെറുതെ ഒന്നിട്ട് വെച്ച് കൊടുത്തുള്ളൂ. കോഴികളെല്ലാവരും കൂടി ഓടി വന്നിട്ട് ആ ഹോട്ടുള്ള ഭാഗം വീണ്ടും കൊത്തൽ തുടങ്ങി കേട്ടോ. അപ്പോൾ മനസ്സിലായി സംഭവം കോഴി കൊത്തിയിട്ട് തന്നെയാണ്
താറാവിന് ഇത്രയും വലിയ മുറിവായിട്ടുള്ളത് എന്ന്. കാരണം നമ്മളുടെ കൂട് വളരെ സേഫാണ്, അതിൻ്റെ ഉള്ളിലേക്ക് ഒന്നും കയറില്ല കേട്ടോ. അപ്പോൾ ഇത്രയും കോഴികൾ, ഒരുപാട് കോഴികളുണ്ടല്ലോ, ഇത്രയും കോഴികൾ കൂടിയിട്ട് താറാവിനെ കൊത്തിയിട്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു പ്രശ്നം വന്നത്. അപ്പോൾ നമ്മളുടെ വീഡിയോ കാണുന്നവർക്കറിയാം നമ്മൾ താറാകുഞ്ഞുങ്ങളെയും കോഴിക്കുഞ്ഞുങ്ങളെയും ഒരുമിച്ചിട്ടാണ് വളർത്തുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവർക്കിപ്പോൾ ഏകദേശം 3 മാസം പ്രായമായിട്ടോ. ഈ 3 മാസം നമ്മൾ ഇവരെ ഒരുമിച്ചിട്ട് തന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇതുവരെ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതാ ഈ സ്ക്രീനിൽ കാണുന്ന കോഴിക്കുഞ്ഞുങ്ങളാണ് നമ്മളെ താറാകുഞ്ഞുങ്ങളെ കൊത്തിയിട്ട് ഈ ഒരു പരിവാക്കിയിട്ടാണ്. ഒരു രാത്രി കൊണ്ടാണ് ഇങ്ങനെ ആക്കിയത് എന്ന് ഓർക്കണം. നമ്മൾ വൈകിട്ട് കൂട്ടിലാക്കുന്ന സമയത്ത് ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. രാവിലെ എണീറ്റ സമയത്താണ്, കൂട് വിട്ട സമയത്താണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം കാണാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു, ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.